പ്രിയപ്പെട്ടവരെ, മക്കയിൽ ചെന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പെരുന്നാളിന്റെ ദിവസം 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് അറവ നടത്തണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിലൂടെ 2 ഗുണങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, ശത്രുക്കൾ പരാജയപ്പെട്ടു പോകും. അത് ഉദ്ഹിയ്യത്തിന്റെ കാര്യപ്രസക്തമായ ഒരു ഗുണമാണ്. മഹാന്മാരായ ഉലമാ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഗുണം, ഒരുപാട് ആഫാത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ പര്യാപ്തമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ ഉദ്ഹിയ്യത്ത് അറുക്കുക എന്ന് പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അമില ഇബ്നു ആദമ യൗമൻ നഹ്രി അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഇഹ്റാഖി ദമിൻ. പെരുന്നാൾ ദിവസത്തിൽ ഒരു വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു അമലും നിർവഹിക്കുന്നില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഫഇന്നഹു ലതഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅദ്ലാഫിഹാ വഅശാരിഹാ. നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മൃഗങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ അതിന്റെ പ്രൗഢിയോടെ, കൊമ്പുള്ള മൃഗമാണെങ്കിൽ കൊമ്പോടുകൂടെ, അതിന്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ കുളമ്പുകൾ നിലനിർത്തിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിലെത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല, വഇന്ന അദ്ദമ ലയഖഉ മിനല്ലാഹി അസ്സ വജല്ല ബിമകാനിൻ ഖബ്ല അൻ യഖഅ അലൽ അർളി. ഒരു മൃഗത്തെ അറുക്കുമ്പോ ആ അറുത്ത മൃഗത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് ഒറ്റി വീഴുന്നതിന് മുമ്പ് ആ മൃഗത്തെ അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഫതീബു ബിഹാ നഫ്സാ, ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരാകണമെന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ ഹാദിഹിൽ അലാഹി, എന്താണ് ഈ ഉദ്ഹിയ്യത്തുകൾ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം